ഈ ശരിക്കും ഈ കോളേജിലെ ഈ അധ്യാപകന്മാരുടെ പെരുമാറ്റവും ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കോളേജിലെ അന്തരീക്ഷം വേറെ രീതിയിലാണ് മാറിയിരിക്കുന്നത്. പണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടന ഉണ്ടായി. ഇപ്പോൾ ബ്രിട്ടോയ്ക്കൊക്കെ കുത്തേറ്റതും അങ്ങനെ മാരകമായിട്ട് ഒരുപാട് കാലം വീൽ ചെയർ ജീവിക്കേണ്ടി വരികയൊക്കെ ചെയ്ത് ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘർഷത്തിലാണ്. ഇതിപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലാണ് പ്രശ്നം എന്ന രീതിയിൽ വരുന്നത്. മാത്രമല്ല, ഒരു 15,000 രൂപ പറ്റുമെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു അധ്യാപകൻ എടുത്തു കൊടുക്കേണ്ട സാഹചര്യത്തിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, ഒരു മരണത്തിലേക്ക് പോലും തള്ളിവിടാൻ പറ്റുന്ന സാഹചര്യം അത് തന്നെയാണോ മരണത്തിന് കാരണമായത് നമുക്കറിയില്ല ഇപ്പോഴും. എന്നാൽ പോലും ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതെ, ഞാൻ ഈ വിഷയം കാണുന്നതെന്ന് വെച്ചാൽ ഒരു മാറുന്ന കേരളത്തിൻ്റെയും മാറുന്ന ഇന്ത്യയുടെയും മുഖമാണ്. കാരണം ഇത് പിന്നെ ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ രോഹിത് വെമുലയിൽ കണ്ടതാണ്. രോഹിത് വെമുലയിൽ കണ്ടപ്പോൾ വെമുലയെ ആത്മഹത്യ ചെയ്യുമ്പോൾ അന്ന് കേന്ദ്ര HR മന്ത്രി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനുശേഷം ശക്തമായ ഇടപെടലോടെ രോഹിത് വെമുല ആക്ട് കൊണ്ടുവന്ന് അത് ക്യാമ്പസുകൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും ഒരു ക്യാമ്പസുകളിൽ, ഞാൻ കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഓഫ് കേരളയും കൂടി നിന്നതുകൊണ്ട് എനിക്ക് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ JNUവിലായാലും അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലായാലും നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ വെമുല ആക്ട് നടപ്പിലാക്കുന്നില്ല. അത് മാത്രമല്ല UGCയുടെ റഫറൻഡം, അപ്പോൾ ആ UGCയുടേത് പോലും ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഈ പാവപ്പെട്ട ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയില്ല. അവരെ ഒന്നുകിൽ ഫോഴ്സ് ചെലുത്തി അവരെ കൊലപാതകത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ പുഷ് ചെയ്ത് കളയുക. ഈ രണ്ട് നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇവിടെ അഞ്ചരക്കണ്ടി മാത്രമല്ല, 2 വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ അമൽ ജ്യോതിയിലെ ഒരു ശ്രദ്ധ എന്ന് പറയുന്ന കുട്ടി, അത് സാറ് മറന്നുപോയിട്ടായിരിക്കും. അതിൽ ഇതുപോലെ അധ്യാപകൻ ആ കുട്ടിയെ പിന്നെ വിളിച്ച ആ ഒരു സിസ്റ്ററും, അതെ കോട്ടയത്ത് ആ ഒരു സിസ്റ്റർ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്ട്രീറ്റിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ശ്രദ്ധയെ വിളിച്ചത്. ആ ഓരോ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല. കുട്ടികളെ അധ്യാപകരുടെ അടിമകളാക്കി മാറ്റുകയാണ്. അതായത് ഈ വിദ്യാഭ്യാസ രീതി കൊണ്ട് സമൂഹത്തിൽ നമ്മൾ അനർഗളമായുള്ള വളർച്ചയെ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾ നാളെ പൗരന്മാരായിട്ട് വരുമ്പോൾ പല അനീതികൾ കണ്ടാൽ അവർ കണ്ണടയ്ക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളിൽ ഭയമാണ്, ഭയപ്പെടുത്തിയാണ് കുട്ടികളെ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്. ഇന്ന് 12ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞൊരു കുട്ടി സന്തോഷത്തോടു കൂടി വന്നു, എൻ്റെ 12 വർഷം നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് സന്തോഷം, ഞാൻ ജീവനോടുകൂടി ഇവിടെ എത്തിയല്ലോ, എനിക്ക് വേറെ കുഴപ്പമില്ലാതെ ജീവനോടുകൂടി ഞാൻ ഇവിടെ എത്തിയല്ലോ, ജീവിച്ചിരിക്കുന്നു. കുട്ടി നുള്ളി നോക്കുന്നു, തട്ടി നോക്കുന്നു, ചിരിച്ചു, എനിക്ക് സന്തോഷമായി. അങ്ങനെ പറഞ്ഞ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എനിക്കറിയാം. ഇതൊന്നല്ല, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് കുട്ടിയെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. കുട്ടിയെ പഠിക്കാൻ പറ്റുന്നില്ല. അതിന് 50,000 രൂപ പൈസ വാങ്ങിച്ച് പൈസ കൊടുക്കാൻ മടിച്ചിട്ട് ഇവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ പിന്നെ അടുത്ത വർഷം പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു വർഷം പോയി അവർക്ക് പ്രശ്നമല്ല. പക്ഷേ 50,000 രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ട്. അവർ രക്ഷാർത്ഥാണ്, ഞങ്ങൾക്ക് 50,000 രൂപ വേണ്ട, ഞങ്ങൾക്ക് TC തന്നാൽ മതി. ആ TC വാങ്ങിച്ച് കുട്ടിയെ സ്കൂളുകളിൽ പഠിപ്പിച്ചു. ഇതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് സാർ നമ്മളെല്ലാവരും മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള 2000 അന്ന് ഇത്രയും മാധ്യമങ്ങളില്ല, ദൂരദർശനിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. അതായത് പാല അൽഫോൺസ് കോളേജിൽ മാഗസിൻ എഡിറ്റർ മാഗസിൻ ഇറക്കിയപ്പോൾ അതിനെ പിന്നെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് നടപടിയെടുത്ത് അന്ന് ഹൈക്കോടതി കൊണ്ടുപോയി വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചു. ആ നിരോധനമാണ് ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്നത്. നാളെ ഇത് ഏത് തരത്തിലേക്ക് മാറും? വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടന. ഞാനൊരു മോനെ വളർത്തി, എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു അഭിമന്യു. അവനെ ക്യാമ്പസിലിട്ട് കുത്തി കൊല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടായ വിഷമം അത് പറയാൻ ഒരു അമ്മയുടെ മനസ്സ് പറയാൻ കഴിയില്ല. അത്രയും വിഷമം ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതുപോലെ ധീരജ്, അവൻ ഇതുപോലെ ഒരൊറ്റ മകനാണ്. ഒരമ്മ വളരെ പ്രതീക്ഷയോടുകൂടി അമ്മയും അച്ഛനും വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ആ കൊലയാളികളെ എത്ര രസകരമായിട്ടാണ് മാധ്യമത്തിലൊക്കെ മീഡിയ ചർച്ചയിലൊക്കെ പിന്നെ ഹീറോയിനായിട്ട് കൊണ്ടുവന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല രീതിയിലാക്കി തട്ടുകളാക്കി മാറ്റി വെച്ചേക്കാണ്. കാരണം ഒരു കൊലപാതകം നടന്നാൽ അത് അവൻ്റെ ആൾ, ഇത് ഇവൻ്റെ ആൾ, ഇപ്പോൾ ഇത് SC/ST, അല്ലെങ്കിൽ ഇത് അവൻ്റെ അമ്മാവനൊക്കെ CPM-കാരാണ്. ഈ തരത്തിലേക്ക് മാറ്റി ഇങ്ങനെ കള്ളികളായിട്ട് മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ. അങ്ങനെയല്ല, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടി മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിൽ സമൂഹം ചിന്തിക്കേണ്ടുന്ന അവസ്ഥ തന്നെ. ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളാണ് കുട്ടികൾ. ആ തരത്തിൽ മാറുന്ന കേരളത്തിൻ്റെയും മാറുന്ന ഇന്ത്യയുടെയും മുഖം ഞാൻ ഭയാനകമായിട്ടാണ് ഈ കൊലപാതകത്തിൽ കാണുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.